കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സഖാവ് പി കൃഷ്ണപിള്ളയോ സഖാവ് കെ ദാമോദരനോ? 1930 പ്രായക്കുറവ് കാരണം കോഴിക്കോട്ടെ ഉപ്പു സത്യാഗ്രഹത്തിൽ നിന്ന് പറഞ്ഞയക്കപ്പെട്ട ദാമോദരൻ ഉപരിപഠനത്തിന് ആചാര്യ നരേന്ദ്രദേവിന്റെ കാശി വിദ്യാപീഠത്തിലെത്തിയപ്പോഴാണ് സോഷ്യലിസത്തിലും കമ്മ്യൂണിസത്തിലും ആകൃഷ്ടനായത്. 1937 സെപ്റ്റംബറിൽ കോഴിക്കോട്ട് പാളയത്തുള്ള ഒരു പച്ചക്കറി കടയുടെ മുകളിൽ അതീവ രഹസ്യമായി എസ് വി ഘാട്ടയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ ആദ്യ ഘടകം ചേർന്നവരിൽ ഒരാൾ കെ ദാമോദരനായിരുന്നു. പി കൃഷ്ണപിള്ള, കെ ദാമോദരൻ, EMS, NC ശേഖർ 1939 പിണറായി പാറപ്പുറം സമ്മേളനത്തിന് ചുക്കാൻ പിടിച്ചതും ആ നാൽവർ സംഘമായിരുന്നു. അവിടുന്ന് 18 വർഷമേ വേണ്ടി വന്നുള്ളൂ ഒരു ലോക ചരിത്ര സംഭവമായ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്താൻ. തിരൂർ കീഴടത്ത് മഠത്തിൽ ദാമോദര മേനോൻ എന്ന കെ ദാമോദരനും സമ്പന്നതയുടെ നടുവിൽ നിന്നാണ് EMSനെ പോലെ തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രനായത്. 1938 പൊന്നാനിയിൽ നടന്ന ഐതിഹാസികമായ ബീഡി തൊഴിലാളികളുടെ സമരത്തിന്റെ നായകൻ കെ ദാമോദരനായിരുന്നു. ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലബാർ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നപ്പോൾ C അച്യുതമേനോനായിരുന്നു കൊച്ചി സെക്രട്ടറി. തിരുവിതാംകൂർ സെക്രട്ടറി MN ഗോവിന്ദൻ നായരും. 1964 പാർട്ടി പിളർന്നപ്പോൾ ദാമോദരൻ CPIക്കൊപ്പം നിന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മലയാളത്തിൽ ആദ്യമായി വിവർത്തനം ചെയ്തത് കെ ദാമോദരനാണ്. 1976 JNU ഫെലോഷിപ്പിൽ PC ജോഷിക്കൊപ്പം പാർട്ടി ചരിത്രം എഴുതാനിരുന്നെങ്കിലും മരണം അത് പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. അതിനൊരു വർഷം മുമ്പ് ന്യൂ ലെഫ്റ്റ് റിവ്യൂവിൽ താരിഖ് അലിയുമായി കെ ദാമോദരൻ നടത്തിയ സംഭാഷണം കേരള രാഷ്ട്രീയത്തെയും പിടിച്ചുകുലുക്കിയിരുന്നു. ദാമോദരൻ കൈവെക്കാത്ത വിജ്ഞാന മണ്ഡലങ്ങളില്ലെന്ന് പറയും പോലെ സ്വായത്തമാക്കാത്ത ഭാഷകളുമില്ല. ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും കൂടാതെ റഷ്യനും ഫ്രഞ്ചും സംസ്കൃതവും തെലുങ്കും തമിഴും കീഴടക്കിയ ദാമോദരന്റെ ധിഷണ ഇന്ത്യയുടെ ആത്മാവും ഭാരതീയ ചിന്തയും ഉൾപ്പെടെ 40ഓളം ഗ്രന്ഥങ്ങളിൽ പരന്നു നിൽക്കുന്നു. 1937 പൊന്നാനിയിൽ കർഷക സംഘം സമ്മേളനത്തിനായി അവതരിപ്പിച്ച കെ ദാമോദരന്റെ പാട്ടബാക്കി എന്ന നാടകത്തിലാണ് കേരളത്തിൽ ആദ്യമായി കൃഷിക്കാരന് കൃഷിഭൂമി എന്ന മുദ്രാവാക്യം മുഴങ്ങിയത്. ജന്മിത്വത്തോടുള്ള അടങ്ങാത്ത പ്രതികാര ബുദ്ധിയോടെ ആ നാടകവേദി വിട്ടിറങ്ങിയവർ കൂടി സൃഷ്ടിച്ചതാണ് ആധുനിക കേരളം. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.